മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച് വീണ്ടും വൻ കുതിര കച്ചവട നീക്കമെന്ന റിപ്പോർട്ട്. ശിവസേന ഉദ്ധവ് പക്ഷത്തെ ലക്ഷ്യമിട്ടാണ് വമ്പൻ നീക്കം നടക്കുന്നത്. തങ്ങളുടെ എംപിമാരെയും MLA-മാരെയും കോടികളെറിഞ്ഞ് കൂടെ കൂട്ടാൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന കരുനീക്കം നടത്തുന്നതായി ആരോപണമായി ഉദ്ധവ് സേന നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചു. ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിലാണ് വൻ കൂടുമാറ്റത്തിലുള്ള രഹസ്യ നീക്കം നടക്കുന്നതെന്നാണ് ആരോപണം. പാർട്ടി മാറാൻ ഓരോ എംപിമാർക്കും 50 കോടി രൂപ വീതമാണ് ഭരണപക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നും റാവത്ത് ആരോപിക്കുന്നു. ആദ്യ ഗഡുവായി 15 കോടി രൂപ ഇന്ന് രാത്രിയുടെ അഡ്വാൻസായി നൽകുമെന്നും സഞ്ജയ് റാവത്ത് വെളിപ്പെടുത്തി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി BJP നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസിനെ ടാഗ് ചെയ്തുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് സഞ്ജയ് റാവത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ആപ്ന സ്വപ്ന മണി, അതായത് പണം മാത്രമാണ് സ്വപ്നം. മഹാരാഷ്ട്രയിലെ എംപിമാർക്ക് ഇന്ന് രാത്രി 15 കോടി രൂപ വീതം അഡ്വാൻസ് ലഭിക്കുന്ന വിവരം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും വെറുപ്പുളവാക്കുന്നതുമെന്നാണ് സഞ്ജയ് റാവത്ത് കുറിച്ചു. ഉദ്ധവ് താക്കറെയുടെ വസതിയായ മധോശ്രീയിൽ വിളിച്ചു ചേർത്ത എംപിമാരുടെ അടിയന്തര യോഗത്തിൽ 9 എംപിമാരിൽ 4 എംപിമാർ മാത്രമാണ് പങ്കെടുത്തെന്ന വാർത്തകൾ പരന്നതിന് തൊട്ടു പിന്നാലാണ് റാവത്തിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ തങ്ങളുടെ 9 ലോക്സഭ എംപിമാരും പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നും ആരും ചോർന്നു പോയിട്ടില്ലെന്നും ഉദ്ധവ് പക്ഷം പിന്നീട് വ്യക്തമാക്കി. നേരത്തെ മഹാരാഷ്ട്രയിലെ ഭരണമാറ്റ സമയത്ത് ഉയർന്നു കേട്ട 50 കോടി എന്ന പ്രയോഗം അനർത്ഥമാകുന്ന നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുമെന്നും ഉദ്ധവ് പക്ഷ നേതാക്കൾ ആരോപിച്ചു. ലോക്സഭാ അംഗങ്ങളെ ചാക്കിൽ പിടിക്കാൻ 50 കോടിയുടെ ഓഫറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ റീലുകളും വീഡിയോകളും ചെയ്ത ചില ഡിജിറ്റൽ ക്രിയേറ്റർമാർക്കെതിരെയും സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർക്കെതിരെയും മുംബൈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭരണകക്ഷി നേതാക്കളുടെ പരാതിയിലാണ് നടപടി. അതേസമയം ഉദ്ധവ് പക്ഷത്തു നിന്നുള്ള വൻ ചോർച്ച ശരിവെക്കുന്ന പ്രതികരണങ്ങളാണ് ഷിൻഡെ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്. കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ശിവസേന MLC കൃപാൽ തുമനെ പരസ്യമായി പ്രതികരിച്ചു. ഉദ്ധവ് പക്ഷത്തെ 7 എംപിമാരും 16 MLA-മാരും നിലവിൽ തങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇവരുടെ പാർട്ടി മാറ്റം പൂർത്തിയാക്കും, കൃപാൽ തുമനെ അവകാശപ്പെട്ടു. ശിവസേനയുടെ വാതിലുകൾ 24 മണിക്കൂറും തുറന്നു കിടക്കുകയാണെന്നും ആർക്കും കടന്നു കയറാമെന്നും മന്ത്രി പ്രതാപ് സർണേക്കും വ്യക്തമാക്കി. ജൂൺ 19 ശിവസേനയുടെ 60ാം സ്ഥാപക ദിനം ആഘോഷിക്കാനിരിക്കെയാണ് മഹാരാഷ്ട്രയെ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയത്തിലേക്കും കോടികളുടെ അഴിമതി ആരോപണങ്ങളിലേക്കും നയിക്കുന്ന ഓപ്പറേഷൻ ടൈഗർ ചർച്ചയാകുന്നത്. ജൂൺ 22 ഉദ്ധവ് താക്കറെ ജനപ്രതിനിധികളുടെ നിർണായക യോഗം വിളിച്ചിട്ടുണ്ട്.